നീ അങ്ങോട്ട് നോക്കി. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജ്മൽ അമീർ. കൂടുതലൊന്നും പറയരുത്. ഞാൻ കുളി കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ. തെറി കൊണ്ട് അഭിഷേകം ചെയ്യരുത്. അത് താങ്ങാനുള്ള കരുത്ത് എനിക്കില്ല. ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറീസിനും ഒരു AI വോയിസ് ഇമിറ്റേറ്റിംഗ് ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. ബ്രില്യൻ എഡിറ്റിങ്ങിനും ഒന്നും എന്നെയോ എന്റെ കരിയറിനെ നശിപ്പിക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞത് സത്യമല്ലെങ്കിൽ എന്നെ കെട്ടിയിട്ടുള്ള ഈ തെങ്ങുമേലുള്ള തേങ്ങ മുഴുവനും എന്റെ തലയിൽ വീണ് ഞാൻ ചത്തുപൊക്കോട്ടെ. ഇതിലും വലിയ രണ്ട് ഇൻഡസ്ട്രികളിൽ പോയിട്ട് പ്രൂവ് ചെയ്ത് സർവശക്തന്റെ മാത്രം അനുഗ്രഹം കൊണ്ട് സർവൈവ് ചെയ്തു പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സത്യം തെളിയും, സത്യമേത ജഗതേ ജയഹേ ജനതേ എന്നൊക്കെ പറയുന്നു ഞാൻ. കൃത്യമായിട്ടൊരു മാനേജറില്ല, ഒരു PR ടീമില്ല, കൃത്യമായിട്ടുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിലുകളില്ല. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. പണ്ടപ്പോഴോ എന്റെ ഫാൻസുകാർ തുടങ്ങിയിരുന്ന ഒരു എന്തോന്നു സോഷ്യൽ മീഡിയ പ്രൊഫൈലാണ് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. നാലിക്കാന്റെ അവസ്ഥ കാണുമ്പോ പണ്ട് ഞാൻ സ്കൂളിൽ അഭിനയിച്ച നാടകത്തിന്റെ പേരെ ഓർമ്മ വരുന്നേ. അതേ നാടകം യോഗ ഇല്ല അമ്മണിയെ പായായിട്ട് മടക്കിയാളി. നല്ല പേരാ. പക്ഷെ ഇന്നു മുതൽ വരുന്ന എല്ലാ കണ്ടന്റുകളും എല്ലാ കാര്യങ്ങളും എന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ഞാൻ മാത്രമായിരിക്കും. 2-3 ദിവസം മുന്നേ വളരെ മോശപ്പെട്ട രീതിയിൽ എന്റെ ഒരു ന്യൂസ് പുറത്തു വന്നു. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ സോഷ്യൽ മീഡിയ ആൾക്കാർക്കും അങ്ങനെ സംഭവിക്കില്ല. എന്റെ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. സാകളെ കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. എന്നെ ബാക്ക് ടു ബാക്ക് ഡീഫെയിം ചെയ്തുകൊണ്ട് ഒരുപാട് പോസ്റ്റുകൾ ഇട്ട എല്ലില്ലാത്ത നാക്കല്ലേ, ആർക്കെന്താ പറഞ്ഞുകൂടാത്തത്? സോഷ്യൽ മീഡിയ പ്രവർത്തകരോട് അവർക്ക് സമൂഹത്തോടുള്ള സ്നേഹവും കരുതലും ഒക്കെ കണ്ടിട്ട് ഒരുപാട് റെസ്പെക്ട് എനിക്ക് തോന്നുന്നു. എന്റെ അസീസ്, നീ ആള് കൊള്ളാലോടാ. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ഒരുപാട് തെറിവിളികൾക്ക് മുകളിൽ അയ്യോ, കാര്യമില്ലടാ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ